മാന്യ സഹോദരന്മാർ, നാം മനസ്സിലാക്കിയതുപോലെ സമസ്ത സെന്റിനറി 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടികൾ വിവിധ പദ്ധതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുജന പ്രസ്ഥാനം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ അഭിവന്യരായ ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന കേരള യാത്രയുടെ ഭാഗമായി മലപ്പുറം ജില്ല സംഘടിപ്പിച്ച യാത്രയുടെ സ്വീകരണ വേദിയിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം ജാഥ അതുമായി ബന്ധപ്പെട്ടവർ ഇവിടെ എത്താനിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ ആരംഭിക്കുന്നതും അതിന്റെ ചർച്ചകൾ സജീവമായി നടക്കുന്നതും 1925-ലാണ്. സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പുതിയ സംവിധാനം സൃഷ്ടിച്ചെടുത്തതല്ല, അല്ലെങ്കിൽ ഒരു പുതിയ ആശയത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിച്ചതല്ല. മറിച്ച് ലോകഗുരു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് സമർപ്പിച്ചിട്ടുള്ള വിശുദ്ധ ദീനുൽ ഇസ്ലാം അവിടുത്തെ നേർക്കുനേരെ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു മുഖേന കേരളത്തിലെത്തുകയും ആ ഇസ്ലാമിന്റെ തനതായ രൂപം, ഇസ്ലാമിന്റെ പാരമ്പര്യ രൂപം, അഹ്ലുസുന്ന വൽ ജമാഅ ശരിയായ രൂപത്തിൽ കേരളത്തിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. കേരള മുസ്ലിങ്ങൾക്കിടയിൽ ആശയതലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അനുഷ്ഠാന തർക്കങ്ങൾ ഇല്ല. ആ നിലക്ക് ശാന്തമായി സമാധാന അന്തരീക്ഷത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കേരള മുസ്ലിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ KM മൗലവിയുടെ സഹായത്തോടെ മുസ്ലിങ്ങൾക്കിടയിൽ ആശയതലത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയും അനൈക്യത്തിന് വിത്തുപാകുകയും ചെയ്തുകൊണ്ട് ആസൂത്രിതമായി ഗൂഢലക്ഷ്യങ്ങളിലൂടെ തന്ത്രപരമായി പാരമ്പര്യ ഇസ്ലാമിന്റെ, ശരിയായ ഇസ്ലാമിന്റെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയുള്ള ഇസ്ലാമിന്റെ ആശയങ്ങളിൽ തിരുത്തലുകളും വെട്ടിക്കുറക്കലുകളും ഒക്കെ നടത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനും ഈ രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷവും രാജ്യത്തിന്റെ നന്മക്കും വേണ്ടി പാരമ്പര്യ ഇസ്ലാമിന്റെ നേതാക്കളായ മുസ്ലിം പണ്ഡിതന്മാർ കൂടിയാലോചിക്കുകയാണ്. അങ്ങനെയാണ് 1925 കേരളത്തിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനും ആത്മീയ നേതാവുമായിരുന്ന, കേരളത്തിൽ മത വിശ്വാസ ആചാരങ്ങൾക്ക് വ്യത്യാസമില്ലാതെ സർവരാലും ആദരിക്കപ്പെട്ടിരുന്ന ഉന്നത ശീർഷനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ അഹ്ലുസുന്നയുടെ പാരമ്പര്യ ഇസ്ലാമിന്റെ തനതായ രൂപം ഇവിടെ സംരക്ഷിക്കപ്പെടാൻ ഒരു പണ്ഡിത കൂട്ടായ്മ ആവശ്യമാണെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി കേരളത്തിലെ ഉലമാഇനെ സംഘടിപ്പിക്കുകയും ചെയ്തു. പറഞ്ഞു വന്നത്, ഒരു പുതിയതിന്റെ നിർമ്മിതിയായിരുന്നില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിൽ സ്വഹാബത്തിലൂടെ എത്തിയ സൗഹാർദ്ദപരമായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഇസ്ലാമിന്റെ തനതായ രൂപം അതിൽ കൂട്ടിച്ചേർക്കപ്പെടലുകൾ നടത്തുന്ന സാഹചര്യം വന്നപ്പോൾ, അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അത് ആ തനതായ രൂപത്തിൽ നിലനിർത്താനുള്ള തുടർ നീക്കമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1925 കോഴിക്കോട് ആലിമീങ്ങൾ ഒത്തുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ രൂപം രൂപീകരിക്കപ്പെട്ടു. കേരളം കണ്ട അഹ്ലുസുന്നയുടെ കരുത്തനായ പണ്ഡിതൻ മർഹൂം പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഉലമാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് 1926 ജൂൺ 26 അന്നൊരു ശനിയാഴ്ചയായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ വിപുലമായ പണ്ഡിത സംഗമം വിളിച്ചു ചേർക്കുകയും ആ സംഗമത്തിൽ വെച്ച് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും PV മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിയുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. പ്രവർത്തനങ്ങൾ അതോടുകൂടി തന്നെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. വിശദീകരണങ്ങൾ ആവശ്യാനുസരണം ഇവിടെ വരും. 1926 വിപുലമായി രൂപീകരിക്കപ്പെട്ട പണ്ഡിത സഭ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1934 അതിന്റെ ഭരണഘടന രാജ്യത്തെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആ ഭരണഘടനയിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. പേര് ഈ സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരാകുന്നു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ: പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ബി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക. സി. മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളെ സംരക്ഷിക്കുക. ഡി. മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനികരമല്ലാത്ത ലൗകിക വിദ്യാഭ്യാസ വിഷയങ്ങളിലും വേണ്ടത് പ്രവർത്തിക്കുക. ഈ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദി കാര്യങ്ങളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനു വേണ്ടി പരിശ്രമിക്കുക. 1934 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ നിയമാവലി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ പ്രസിഡന്റ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മറ്റ് സാരഥികൾ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിലെ ഉന്നത ശീർഷരായ പണ്ഡിതൻ മഹത്തുക്കളായിരുന്നു. പിൻകാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിനും രാജ്യത്തിന്റെ മത സൗഹാർദ്ദത്തിനും സാമൂഹ്യപരമായ നന്മക്കും വേണ്ടി ആവശ്യമായതെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. വിശദമായ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. നവോത്ഥാനത്തിന്റെ ശില്പികൾ എന്ന പേരിൽ അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങളാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് എന്ന പേരിൽ ഇസ്ലാമിന്റെ പേരിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കേരളത്തിൽ ഇസ്ലാമിക രംഗത്തും സാമൂഹ്യ രംഗത്തും നവോത്ഥാനവും ആവശ്യമായ ആ കാലഘട്ടത്തെ വെല്ലുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയത് സത്യത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആലിമീങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വവുമായിരുന്നു എന്നത് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. CN അഹമ്മദ് മൗലവിയും KK മുഹമ്മദ് അബ്ദുൽ കരീമും കൂടി എഴുതിയ മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഒരാവർത്തി വായിച്ചാൽ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ ഗ്രന്ഥരചനാ രംഗത്തും ഭാഷാരംഗത്തുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ സാഹിത്യരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, നവോത്ഥാന രംഗത്ത് അവർ നന്നായി ഇടപെട്ടത് CN അഹമ്മദ് മൗലവി തന്നെ തുറന്നെഴുതിയിട്ടുണ്ട്. വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പറഞ്ഞല്ലോ 1925 1926 ജൂൺ 26 ശനിയാഴ്ച വിപുലമായി സംഘടിപ്പിക്കപ്പെട്ട രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് മുതൽ അതിന്റെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറം ദീർഘദൃഷ്ടിയോടെ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ, കേരളത്തിലെ സമസ്ത രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള മുസ്ലിം ചരിത്രം വായിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ നിർണായകമായ ഇടപെടലുകൾ കൃത്യമായി ബോധ്യപ്പെടും. 1945 മാസിക പ്രസിദ്ധീകരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. 1947 ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ മതപരമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആഴ്ചതോറുമുള്ള പ്രാർത്ഥനയായ ജുമുഅയും ജുമുഅ ഖുത്ബയും അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ പരിഷ്കരണവാദികൾ, തിരുത്തൽവാദികൾ രംഗത്ത് വന്നപ്പോൾ ഖുത്ബ പരിഭാഷയ്ക്കെതിരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1947 കൃത്യമായ പ്രമേയം പാസാക്കുകയും മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിന് പുറത്ത്, ഒരുപക്ഷെ ഇന്ത്യയിലും അതിനു പുറത്തും ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ നൂറ്റാണ്ടുകളോളം അറബി ഭാഷയിൽ നടന്നിരുന്ന ജുമുഅയും ഖുത്ബയും ഇടക്കാലത്ത് ഭാഷ മാറിപ്പോയപ്പോൾ അവിടങ്ങളിലൊന്നും പലയിടങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടതുപോലെ ഇടപെടാനുള്ള ഒരു പണ്ഡിത നേതൃത്വമില്ലാത്തതിന്റെ അനർത്ഥങ്ങൾ ഇന്നും പല രാജ്യങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. കേരളത്തിൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട, മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മതാനുഷ്ഠാന ക്രമമായ ജുമുഅയും ഖുത്ബയും അലങ്കോലപ്പെടുത്താൻ പരിഷ്കരണവാദികൾ, തിരുത്തൽവാദികൾ, മതയുക്തിവാദികൾ ശ്രമിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം 99% പള്ളികളിലും അൽഹംദുലില്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ രൂപത്തിൽ ജുമുഅയും ഖുത്ബയും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങി വിവിധ കാലങ്ങളിലുള്ള സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യം കൃത്യമായി മതസ്വാതന്ത്ര്യം അനുവദിച്ച രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഏത് മതം വിശ്വസിക്കാനും അവരവരുടെ മതം അനുസരിച്ച് ആ അനുഷ്ഠാനങ്ങൾ ചെയ്യാനും അവരവരുടെ മതം പ്രചരിപ്പിക്കാനും ആ മതപ്രചരണത്തിനു വേണ്ടി സ്ഥാപനങ്ങൾ നടത്താനും വരെയുള്ള അവകാശങ്ങൾ കൃത്യമായി ഇന്ത്യയുടെ ഭരണഘടനയിൽ കൃത്യമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്.
ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല കാലങ്ങളിലുള്ള ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് മുസ്ലിംകളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ചില സംഗതികൾ സർക്കാർ ചെലവിലുണ്ടായപ്പോൾ അതാത് കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി അതിലിടപെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണമായി പരിശോധിച്ചാൽ മുസ്ലിം കേരള ചരിത്രത്തിൽ കാണാം, 1951 മദിരാശി ഗവൺമെന്റ് തയ്യാറാക്കിയ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങൾക്കെതിരിൽ 1951 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി ഇടപെട്ടത് നമ്മുടെ ചരിത്ര താളുകളിൽ കാണാം. 1954 തന്നെ ദർസ് രംഗം കൂടുതൽ സജീവമാക്കാൻ വേണ്ടി ഉലമാ സമിതിയും ഉമറാ സമിതിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് സമസ്തയുടെ ചരിത്രത്തിലുണ്ട്. 1960 കേരള സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ വഖഫ് ബോർഡിൽ കേരളത്തിലെ വഖഫുകൾ, രാജ്യത്തെ വഖഫുകൾ മഹാഭൂരിപക്ഷം പാരമ്പര്യ ഇസ്ലാമിന്റെ വക്താക്കളായ സുന്നികളാൽ വഖഫ് ചെയ്യപ്പെട്ടതാണെന്നും അതിന്റെ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ വഖഫിന്റെ നിയമങ്ങൾ അറിയുന്ന, രാജ്യത്തെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിൽ ഉൾപ്പെടുത്തണമെന്ന് വെച്ചുകൊണ്ട് അക്കാലഘട്ടത്തിൽ തന്നെ ആവശ്യമായ ഇടപെടൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുകയും അത് പലാർത്ഥങ്ങളിലും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1962 കേരളത്തിൽ തന്നെ ഉന്നത മതപഠനം നടക്കുന്ന ബിരുദം നൽകുന്ന ഒരു സ്ഥാപനം വേണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിക്കുകയും അതിന്റെ പേരിൽ സംവിധാനിക്കപ്പെട്ട സ്ഥാപനമാണ് ജാമിഅ നൂരിയ അറബിക് കോളേജ്. അക്കാലഘട്ടത്തിൽ 1962 ഇന്ത്യ രാജ്യത്തിനെതിരിൽ ചൈനയുടെ ഒരു അക്രമ പ്രവർത്തനം ഉണ്ടായപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ അപലപിക്കുകയും അതിൽ പ്രതിഷേധം പരസ്യപ്പെടുത്തുകയും ചെയ്തത് സമസ്തയുടെ ചരിത്ര താളുകളിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശദീകരിക്കുന്നില്ല. 1965 തബ്ലീഗ് ജമാഅത്ത് പുറം കാണുമ്പോൾ വളരെ ഭംഗിയാണ്, പക്ഷേ കൃത്യമായി അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശ്വാസ രംഗത്ത് വലിയ അബദ്ധങ്ങൾ തബ്ലീഗ് ജമാഅത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെക്കാൾ മർമ്മമാണ് വിശ്വാസം എന്നതുകൊണ്ട് 1965 തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടങ്ങിയപ്പോൾ അക്കാലഘട്ടത്തിലെ സമസ്തയുടെ ഉന്നത ശീർഷരായ ഇസ്ലാം മതം എന്താണെന്ന് കൃത്യമായി പഠിച്ച പണ്ഡിതന്മാർ കൃത്യമായി തബ്ലീഗ് ജമാഅത്തിന്റെ ആശയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് പഠിക്കുകയും തബ്ലീഗ് ജമാഅത്ത് പുറത്ത് കാണുന്നത് പോലെയല്ല, അതിന്റെ നേതാക്കൾക്കും അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളും വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഘട്ടത്തിലും എല്ലാ അർത്ഥത്തിലും ആവശ്യമായ ഇടപെടലുകൾ അതാത് കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തി. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് 1970 MES ജേർണൽ പുസ്തകത്തിൽ ഖുർആൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇലാഹി വചനമായ അള്ളാഹുവിന്റെ കലാമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആൻ സൃഷ്ടിയായ മുഹമ്മദ് നബിയുടെ വചനങ്ങളാണ് എന്ന് 1970 MES ജേർണൽ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചപ്പോൾ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പുതിയ ഖുർആൻ രൂപപ്പെടുത്തിയെന്നും ആ പുസ്തകത്തിൽ എഴുതി ചേർത്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ MESന്റെ ഇസ്ലാം വിരുദ്ധമായ മുസ്ലിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരിൽ മുസ്ലിം സമൂഹത്തെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 6/3/75 ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ഈ MESുമായി സഹകരിക്കുന്നതിനെ കുറിച്ചും MESുമായി സഹകരിച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അവർ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന പ്രവണതകളുണ്ടെന്നും MESുമായി സഹകരിച്ച് അവർക്ക് വളർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാക്കളോട് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തോട് പൊതുവെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ 6/3/75 ഒരു ആഹ്വാനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. 31/7/76 കേരള സർക്കാരിന്റെ അന്നത്തെ അറബി പുസ്തകത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായ പരാമർശം വന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സർക്കാരുമായി ഇടപെടുകയും അതിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ചരിത്രത്തിൽ നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ജാമിഅ നൂരിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉസ്താദുമാരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ഒക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കരുതെന്നും സമസ്ത കേരള ജമിയത്തുൽ കേന്ദ്ര മുഷാവറയുടെ അംഗീകാരം വാങ്ങാതെ അവിടെ ഒരു മുദരിസിനെ നിയമിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യരുത് എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അക്കാലത്ത് തീരുമാനിച്ചതിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഇന്നും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നദ്വത്തുൽ മുജാഹിദീൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കത്ത് നൽകിയപ്പോൾ മുസ്ലിം ഐക്യവേദിയാണല്ലോ ലക്ഷ്യം,
അതുകൊണ്ട് സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ സമ്മതിക്കണം, പരിഗണിക്കാമെന്ന് മറുപടി കൊടുത്തു. ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഐക്യവേദിയിലേക്ക് സമസ്തയെ ക്ഷണിച്ചപ്പോൾ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് നദുവത്തുൽ മുജാഹിദീൻ സമ്മതിക്കണം, അംഗീകരിക്കണം, എന്നിട്ട് ഐക്യവേദിയെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് കൊടുത്ത കത്തിന് ഇന്ന് വരെ മറുപടി നൽകിയിട്ടില്ല. ഇന്നും സമസ്ത കേരള ജമിയത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു, ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആദർശത്തിന്റെ കാര്യങ്ങൾ മറന്ന് ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അങ്ങനെ സുന്നിയും മുജാഹിദും ജമാഅത്തും എല്ലാം കൂടി ഒരു ഐക്യം രൂപപ്പെടണമെന്ന നിലക്ക് പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തിലായിരിക്കാം എല്ലാവരോടും സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് ഇന്നും പറയാനുള്ളത്, കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് പരസ്യമായി സമ്മതിച്ചുകൊണ്ട് നദുവത്തുൽ മുജാഹിദീനും ജമാഅത്തെ ഇസ്ലാമി ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയാൽ കൂടുതലൊന്നും വേണ്ട, കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാൻ നദുവത്തുൽ മുജാഹിദീനും തത്തുല്യ സംഘടനകളും തയ്യാറാണെങ്കിൽ ഐക്യത്തെക്കുറിച്ച് ആലോചിക്കാൻ സമസ്ത കേരള ജമിയത്തുലമ തയ്യാറാണ്. അത് സമ്മതിക്കാതെ, സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് പോലും സമ്മതിക്കാതെ ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സുന്നികളുടെ വിശ്വാസത്തിന് മായം ചേർത്താനുള്ള ശ്രമങ്ങൾ ഏതു ഭാഗത്തുനിന്നാണെങ്കിലും സമസ്ത കേരള ജമിയത്തുലമയും കേരളത്തിലെ മുഖ്യ മുസ്ലിം ധാരയായ സുന്നികളും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ രംഗത്ത് സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് കൃത്യമായ നയനിലപാടുകളുണ്ട്. അത് പലതവണ സമസ്ത കേരള ജമിയത്തുലമ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് 1979 6-ാം മാസം 16-ാം തീയതി ചേർന്ന സമസ്ത കേരള ജമിയത്തുലമ എടുത്ത മുഷാവറ തീരുമാനം നമുക്കിങ്ങനെ വായിക്കാം: സമസ്തയും കീഴടങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ലെന്നും, എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരിൽ സാന്ദർഭികമായ യുക്തമായ നടപടികളും നിലപാടുകളും സമസ്ത സ്വീകരിക്കുമെന്നും 1979 സമസ്ത മുഷാവറ തീരുമാനിക്കുകയും അക്കാലഘട്ടത്തിലെ സമസ്തയുടെ പ്രസിദ്ധീകരണം സുന്നി വോയിസിലും മറ്റ് അന്നത്തെ പത്രങ്ങളിലും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും 1979 7-ാം മാസം 10-ാം തീയതി സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന സ്വഭാവമില്ലെന്നും, സമസ്തയുടെ മനുഷ്യരോടൊപ്പമുള്ള മുസ്ലിമിന്റെ വിശ്വാസം സംരക്ഷിക്കാനും ഈ രാജ്യത്തെ സാമൂഹ്യ നന്മയ്ക്കും വേണ്ടി സമസ്ത കേരള ജമിയത്തുലമ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരോട് സമസ്ത രാഷ്ട്രീയ രംഗത്തും സഹകരിക്കുകയില്ലെന്നും രാഷ്ട്രീയ നേതാക്കളെ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി ടി.എ. മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ഇ.കെ. ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള 4-അംഗ സമിതിയെ സമസ്ത കേരള ജമിയത്തുലമ സംവിധാനിച്ചത് സമസ്തയുടെ വെളിച്ചത്തിൽ കാണാം. വീണ്ടും 29/11/79 ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കേണ്ടി വന്നു, സമസ്ത കേരള ജമിയത്തുലമ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്, സമസ്ത ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ്, അവർ സമസ്തയോടൊപ്പമാണ് എന്നൊക്കെ പ്രചരണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ അരയൊലി കൊണ്ടപ്പോൾ 1979 11-ാം മാസം 29-ന് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ മുഷാവറ ആവർത്തിച്ച് പരസ്യപ്പെടുത്തി, സമസ്തയ്ക്ക് യാതൊരു പ്രത്യേക രാഷ്ട്രീയവുമില്ല, വല്ലവരും സമസ്തയെ വല്ല രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധപ്പെടുത്തുന്നുവെങ്കിൽ പൊതുജനങ്ങൾ അതിൽ വഞ്ചിതരാവരുതെന്നും സമസ്ത കേരള ജമിയത്തുലമ അന്ന് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സമസ്തയ്ക്ക് ഇന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുലമ ഒരു രാഷ്ട്രീയ സംഘടനയല്ല, രാഷ്ട്രീയപരമായി സമസ്ത സംഘടിച്ചിട്ടും ഇല്ല. സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമോ വിരുദ്ധതയോ ഇല്ല. സമസ്ത കേരള ജമിയത്തുലമ ലക്ഷ്യം വെക്കുന്ന മുസ്ലിംകളുടെ വിശ്വാസ സംരക്ഷണവും ഈ രാജ്യത്തിന്റെ നന്മയും, അതിനുവേണ്ടി സമസ്ത കേരള ജമിയത്തുലമ നടത്തുന്ന പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങൾ, അതിന് തടസ്സം നിൽക്കാത്ത, അതിന് രാജ്യത്തെ നിയമത്തിനനുസരിച്ചുള്ള അവകാശങ്ങൾ വകവെച്ചു തരുന്ന രാഷ്ട്രീയ പാർട്ടികളോട് സമസ്തയ്ക്ക് വിരോധമില്ല, വിരുദ്ധമല്ല. അതേസമയം സമസ്തയുടെ പ്രവർത്തനങ്ങൾ വഴിമുടക്കാൻ വരുമ്പോൾ അവരോട് യോജിക്കാനോ അവരെ സഹായിക്കാനോ സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് നിർവാഹവുമില്ല എന്ന അന്നും ഇന്നും സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് ഒരേ നിലപാടാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പാരമ്പര്യ ഇസ്ലാമിനെ മാറ്റിത്തിരുത്തുകയും മതയുക്തിവാദത്തിന്റെ പേരിൽ മുഖ്യധാര മുസ്ലിങ്ങളായ സുന്നികൾ മുസ്ലിങ്ങളല്ലെന്ന് പറഞ്ഞുകൊണ്ട്, അവരെ അമുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത നദുവത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള തിരുത്തൽവാദി സംഘടനകളോട്, മതയുക്തിവാദി സംഘടനകളോടും അതിന്റെ പ്രവർത്തകരോടും കൃത്യമായ അകലം പാലിക്കണമെന്നും ബന്ധവിച്ഛേദം ആവശ്യമാണെന്നും സമസ്ത കേരള ജമിയത്തുലമ പലതവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം, ജനാധിപത്യ സ്വഭാവം എന്നും സമസ്ത കേരള ജമിയത്തുലമ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിന്റെ നന്മക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ചതേ സമസ്തയുടെ ചരിത്രത്തിലുള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തിനോ ജനാധിപത്യത്തിനോ വിരുദ്ധമായിക്കൊണ്ടോ, ഈ രാജ്യത്തെ ഏതെങ്കിലും രാജ്യത്തിന്റെ നന്മകൾക്ക് വിരുദ്ധമായോ ഒരക്ഷരം പറഞ്ഞ സംഭവം സമസ്ത കേരള ജമിയത്തുലമയുടെ ചരിത്രത്തിൽ ഇല്ല. എന്നല്ല, മതേതര രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം അപൂർണമാണെന്നും
ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ പ്രവർത്തനങ്ങളിലോ തെരഞ്ഞെടുപ്പിലോ പങ്കാളികളാവാൻ പാടില്ലെന്നും ഇന്ത്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും പാടില്ലെന്നും അങ്ങനെ വോട്ട് ചെയ്യൂല എന്നല്ല, വോട്ട് ചെയ്താൽ മുസ്ലിം അല്ലാതെയായി മാറുമെന്നും ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം അപൂർണമാണെന്നും പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആദർശം പൂർണ്ണമായും ഇസ്ലാമിന് വിരുദ്ധമാണെന്നും രാജ്യത്തെ മതേതരത്വ സ്വഭാവത്തും അത് തകർക്കുമെന്നും ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വെളിപ്പെടുത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ആദർശരംഗത്ത് വിയോജിപ്പുണ്ട്. ചിലതൊക്കെ അവർ മാറ്റിത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമിന്റെ ആദർശരംഗത്ത് ധാരാളം മാറ്റത്തിരുത്തലുകൾ നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. ആദർശരംഗത്ത് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അവരോട് പൂർണ്ണമായും വിയോജിപ്പുണ്ട്. ഞാൻ എന്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ മറ്റു മതക്കാരുമായി സഹകരിക്കുന്നതിന് യാതൊരു വിരോധമില്ലെന്നും മാനുഷിക കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, നാടിന്റെ പൊതുകാര്യങ്ങളിൽ, അന്നം, വെള്ളം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ പൊതുകാര്യങ്ങളിൽ, മാനുഷിക കാര്യങ്ങളിൽ ഏത് മതക്കാരനെയും ഒരു മതമില്ലാത്തവരെയും സഹായിക്കണമെന്നും അതേസമയം മതവിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ട് മുസ്ലിമിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം എത്തിക്കൂടാ എന്നും 1951 സമസ്തയുടെ 19ാം സമ്മേളനം വടകരയിൽ 4ാം പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും റിപ്പബ്ലിക് ഡേ പോലെയുള്ള ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ഏതെങ്കിലും മൂലയിൽ നിന്ന് ചെറിയ തോതിൽ ശബ്ദമുയരുമ്പോൾ പറ്റില്ല, പാടില്ല. ഈ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് മതേതരത്വവും രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷവും കാത്തു സൂക്ഷിക്കണമെന്നതിൽ ആ രംഗത്ത് ഇടപെട്ടതിൽ ഏറ്റവും മുൻപന്തിയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ ആവശ്യപ്പെടുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, ഞങ്ങളുടെ ഈ പരിപാടി ശ്രവിക്കുന്ന മുസ്ലിം സമുദായാംഗങ്ങളും ഇതര സമുദായാംഗങ്ങളുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചലനങ്ങൾ നിരീക്ഷിക്കണമെന്നും മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം കൃത്യമായി സംരക്ഷിക്കാൻ നമുക്ക് മരണാനന്തര ജീവിതം മർമ്മമാണ്. മരണാനന്തര ജീവിതത്തിലുള്ള പൂർണ്ണമായ വിജയത്തിന് വേണ്ടി നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ, വിശ്വാസ വ്യതിചലനം വരാതിരിക്കാൻ സമസ്തയോടൊപ്പം നിൽക്കണമെന്നും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും മതേതരത്വ സ്വഭാവവും നിലനിൽക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തോട് സഹകരിക്കണമെന്ന് പൊതുജന സമൂഹത്തോടും ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്തയുടെ പൂർവ്വകാല നേതാക്കൾ അള്ളാഹു അവർക്കൊക്കെ വലിയ ദറജകൾ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ കരുത്തനായ വക്താവും ഈ പ്രദേശത്തെ കാദിയുമായിരുന്ന, ഈ നഗരിയിൽ സ്മരണ വെച്ചിട്ടുള്ള ബഹുമാന്യനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള മഹാരഥന്മാർക്ക് അള്ളാഹു ബർസഖ് ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, സമയം ഇത്തിരി നീണ്ടുപോയി, കാര്യങ്ങൾ തുടരുന്നു. പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.